നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ IPLിലെയും സെൻസേഷനായിരുന്നു വൈഭവ് സൂര്യവംശി. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പുതിയ സെൻസേഷൻ വൈഭവ് സൂര്യവംശി തന്നെയാണ്. ഈ വൈഭവ് സൂര്യവംശിയെ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സെൻസേഷനെ കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ ചില കാര്യങ്ങൾ പറഞ്ഞു. അതെന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. സച്ചിൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വൈഭവ് സൂര്യവംശിയുടെ റിസ്റ്റ് വർക്ക്, അതായത് കൈക്കുഴ കൊണ്ടുള്ള കളി എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അസാമാന്യ കളിയാണത് എന്ന് വൈഭവിനെ കുറിച്ച് ടെണ്ടുൽക്കർ പറയുന്നു. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര മനോഹരമായ റിസ്റ്റ് കൈക്കുഴ കൊണ്ട് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ എന്നുള്ളത്, ഒരു ബാറ്റർ എന്നുള്ളത് അപൂർവമാണ് എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത്, ഒരിക്കലും വൈഭവ് സൂര്യവംശി കണ്ണും പൂട്ടി അടിക്കുകയല്ല ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ടെണ്ടുൽക്കർ, പലരുടെയും തെറ്റിദ്ധാരണയെ ടെണ്ടുൽക്കർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത്, വൈഭവ് സൂര്യവംശി ഏറ്റവും നേരത്തെ തന്നെ ബൗളറുടെ ലൈനും ലെങ്ത്തും പിക്ക് ചെയ്യുന്നു. ലൈനും ലെങ്ത്തും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നേരത്തെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. മറ്റു ബാറ്റർമാരെക്കാൾ നേരത്തെ ബൗളറുടെ ലൈനും ലെങ്ത്തും പിക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് വൈഭവ് സൂര്യവംശി ഗംഭീരമായി കളിക്കുന്നത് എന്ന് ടെണ്ടുൽക്കർ പറയുന്നു. അത് വെറുതെ സ്ലോഗിയലല്ല, വെറുതെ കണ്ണും പൂട്ടി അടിയല്ല, വെറുതെ കാടനടിയല്ല, അതിനപ്പുറത്ത് അതിലൊരു ക്ലാസ് ഉണ്ട് എന്ന് വ്യക്തമായി സച്ചിൻ ടെണ്ടുൽക്കർ അതിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഫുട്ട്, അത് കാല് മുന്നോട്ട് വെച്ചുള്ള കളിയെക്കുറിച്ചിട്ടും അതും അതിഗംഭീരമാണെന്ന് കൃത്യമായിട്ട് ടെണ്ടുൽക്കർ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം അത് കോച്ചുമാരോടാണ്, പരിശീലകരോട് പറയുന്നത്, അനാവശ്യമായി ഇടപെട്ട് അനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ആ ചെറുപ്പക്കാരൻ്റെ, ആ പയ്യൻ്റെ നാച്ചുറൽ ടാലൻറ്റിനെ, സ്വാഭാവിക പ്രതിഭയെ നശിപ്പിക്കരുത്. അയാൾക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കട്ടെ, അതിനെ കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യരുത്, ആവശ്യമില്ലാതെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കരുത്, കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കരുത്, അയാൾ എങ്ങനെയാണോ കളിക്കുന്നത് അങ്ങനെ കളിക്കട്ടെ എന്നാണ് ടെണ്ടുൽക്കർ കോച്ചുമാരോട് പറയുന്നത്. ഒപ്പം അദ്ദേഹം സെലക്ടർമാരോടും ആരാധകരോടും പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പേഷ്യൻസ്, ക്ഷമയോടെ കാത്തിരിക്കുക. അദ്ദേഹം കളിക്കട്ടെ, അദ്ദേഹത്തിൻ്റെതായ സമയമെടുക്കട്ടെ, ഒരിക്കലും അക്ഷമരാകരുത് എന്ന് സെലക്ടർമാരോട് ആരാധകരോട് ഒരുപോലെ ടെണ്ടുൽക്കർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, ബി യുവർ സെൽഫ്, അതായത് നീയായി തുടരുക, നിനക്ക് എങ്ങനെയാണോ കളിക്കേണ്ടത് അങ്ങനെ നീ കളിക്കുക. അതെന്ത് ഗംഭീരമായ ഉപദേശമാണല്ലേ. ഓരോരുത്തർക്കും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഒരു മാസ്റ്റർ, ഒരു ലെജൻഡ് കൊടുക്കുന്ന ഉപദേശം നോക്കൂ, എന്ത് ഗംഭീരമാണ്. അദ്ദേഹം സൂര്യവംശിയോട് പറയുന്നത്, നിനക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കുക, നീ ബി യുവർ സെൽഫ്, നീയായിട്ട് തുടരൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം ടെണ്ടുൽക്കർ പറയുന്നത് വൈഭവ് സൂര്യവംശിയുടെ ഭാവിയെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായും വൈഭവ് സൂര്യവംശി ടെസ്റ്റ് ക്രിക്കറ്റിന് പറ്റിയ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം ടെസ്റ്റ് കളിക്കാൻ പാകത്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ അദ്ദേഹം ടെസ്റ്റ് കളിക്കും, ടെസ്റ്റ് ക്രിക്കറ്റിന് പറ്റിയ ഒരു കളിക്കാരൻ തന്നെയാണ്. അല്ല 2020 പറ്റിയ വെറുതെ അടിക്കുന്ന ഒരാളായിട്ടല്ല സച്ചിൻ ടെണ്ടുൽക്കർ വൈഭവ് സൂര്യവംശിയെ കാണുന്നത്. വൈഭവിന് തീർച്ചയായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഭാവിയുണ്ട് എന്ന് തന്നെയാണ് ടെണ്ടുൽക്കർ പറയുന്നത്. എന്തൊക്കെയായാലും 25 വർഷം ലോക ക്രിക്കറ്റിനെ ഭരിച്ച ഇതിഹാസമായ ഒരു അസാമാന്യ കളിക്കാരനായിരുന്നു അദ്ദേഹം. ഒരു അസാമാന്യ വ്യക്തി കൂടിയാണ്. അതായത് തനിക്ക് പുറകെ വരുന്നവരോട് എങ്ങനെയാണ് അയാൾ കരുതൽ കാണിക്കുന്നത് എന്ന് വൈഭവ് സൂര്യവംശിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും സച്ചിൻ ഈ പറയുന്നത്, തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശിക്ക് ഇതിനേക്കാൾ വലുതായിട്ടൊന്നും കിട്ടാനില്ല. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഒരാൾ പറയുന്നതിൽ മീതയായിട്ട് ലോക ക്രിക്കറ്റിൽ ഇന്ന് മറ്റൊന്നുമില്ല. അതൊരു വലിയ അംഗീകാരമാണ് സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് ഇത്രയധികം കാര്യങ്ങൾ കേൾക്കാൻ വൈഭവ് സൂര്യവംശിക്ക് കഴിഞ്ഞത്.